വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. ഈ വാക്യത്തിൽ ലോകത്തിലെ സകല മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ കൂട്ടമായിരിക്കും ഇത്. ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തവർ എല്ലാവരും അന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനാ യോഗത്തിൽ 7 വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. 1. രാജാക്കന്മാർ. ഇവർ ഭൂമിയിലെ രാജാക്കന്മാരും ക്രിസ്തുവിനോട് എതിർപ്പുള്ളവരുമാണ്. സങ്കീർത്തനം 2:2 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. രാജാക്കന്മാർ ഭൂമിയിൽ അധികാരവും ഭരണവും ഉള്ളവർ, ശക്തിയും പദവിയും ഉള്ളവരാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 2. മഹത്തുക്കൾ അല്ലെങ്കിൽ മഹാന്മാർ. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം, ബഹുമാനം, സ്വാധീനം എന്നിവയുള്ളവർ, വലിയവരായി കണക്കാക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഭയപ്പെട്ടു. ഈ മഹത്തുക്കൾ പ്രധാനമന്ത്രിമാർ ആണെന്നും അല്ല പട്ടാള മേധാവികൾ ആണ് എന്നും 2 വിധ അഭിപ്രായം വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. മർക്കോസ് 6:21 മഹത്തുക്കളെക്കുറിച്ചുള്ള വിവരണം ചെറുതായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 3-ാമതായിട്ട് നമ്മൾ കാണുന്നത് സഹസ്രാധിപന്മാർ. സഹസ്രാധിപന്മാർ എന്ന പദത്തിൻ്റെ അർത്ഥം 1000 പേരുടെ മേൽ അധികാരമുള്ളവൻ എന്നാണ്. ഇത് 2 ഭാഗങ്ങളായി വേർതിരിക്കുക. സഹസ്രം സമം 1000, അധിപൻ സമം ഭരണാധികാരി അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ, നേതാവ് എന്നൊക്കെ അർത്ഥം. അതിനാൽ സഹസ്രാധിപൻ എന്നാൽ ഒരു 1000 ആളുകളെ നിയന്ത്രിക്കുന്ന നേതാവ് എന്നർത്ഥം. ബൈബിളിൽ ഇത് സാധാരണ സൈനിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ്. സഹസ്രാധിപന്മാർ സൈന്യാധിപന്മാർ എന്നും മറ്റൊരു ഭാഷാന്തരത്തിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ സേനാധിപന്മാർ, സൈന്യങ്ങളുടെ നേതാക്കൾ. യുദ്ധശക്തിയും അധികാരവും ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ കോപത്തിങ്കൽ അവർ നിൽക്കാൻ സാധിക്കാതെ വന്നു. 4-ാമതായിട്ട് നമ്മൾ കാണുന്നത് ധനവാന്മാർ അല്ലെങ്കിൽ കോടീശ്വരന്മാർ. ധനം ആർജിച്ച് സുരക്ഷിതമായി കഴിയുന്നവർ, സമ്പത്തിലും ഐശ്വര്യത്തിലും ആശ്രയിച്ചവർ. പണം അവരെ രക്ഷിക്കുകയില്ല, അവരെ രക്ഷിക്കാനാകുകയില്ല. 5-ാമതായിട്ട് നമ്മൾ കാണുന്നത് ബലവാന്മാർ, സമൂഹത്തിലെ ഉന്നതർ. ശാരീരിക ശക്തിയോ രാഷ്ട്രീയ സാമൂഹിക ശക്തിയോ ഉള്ളവർ. മനുഷ്യശക്തി ദൈവശക്തിക്ക് മുമ്പിൽ നിലനിൽക്കുകയില്ല എന്ന് ഇത് കാണിക്കുന്നു. 6. സകല ദാസന്മാർ. സമൂഹത്തിലെ ഹീനർ അഥവാ അടിമകൾ, സമൂഹത്തിൽ താഴ്ന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നവർ. ദൈവത്തിൻ്റെ ന്യായവിധി എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. 7. സ്വതന്ത്രർ, അടിമകളല്ലാതെ വിടുവിക്കപ്പെട്ടവർ. സ്വാതന്ത്ര്യമുള്ള സാധാരണ ജനങ്ങൾ. സ്ഥാനമോ സ്വാതന്ത്ര്യമോ ആരെയും ദൈവസന്നിധിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. ഇവരെല്ലാവരും ദൈവിക കോപത്തിന് മുമ്പിൽ നിന്ന് ഓട്ടിമറിയുവാൻ ശ്രമിക്കുന്നു. ഈ 7 വിഭാഗങ്ങളും ചേർന്ന് ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഉയർന്നവനോ താഴ്ന്നവനോ ധനവാനോ ദരിദ്രനോ ഭരണാധികാരിയോ സാധാരണക്കാരോ ആരും ദൈവസന്നിധിയിൽ സ്വന്തം ശക്തിയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല. മനുഷ്യൻ ദൈവത്തോട് ശരിയായ ബന്ധത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഭാഗം ഊന്നിപ്പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ സംഭവങ്ങളാണ്. ഈ 7 മേഖലയിലുള്ള ആളുകൾ, അതായത് രാജാക്കന്മാർ, മഹത്തുക്കൾ, ധനവാന്മാർ, സഹസ്രാധിപന്മാർ, ബലവാന്മാർ, സകലദാസന്മാർ, സ്വതന്ത്രർ, ഇവരുടെ പ്രാർത്ഥനയാണ് 16-17 വാക്യങ്ങൾ കാണുന്നത്. ആ വിഷയത്തെ സംബന്ധിച്ച് നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു.